Good morning, all. Good morning. Good morning. താങ്ക് യു. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ല ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഷെജില മാം ആണ്. മാം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. മാം സൈക്കോളജിക്കൽ കൗൺസിലറാണ്, LD റെമഡിയേറ്റർ ആണ്. മാമിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാലേ മാം? Thank you, Sajna ma'am. Thank you all. Hello, good morning. Good morning. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അതെ താങ്ക് യു. അപ്പോ കുറച്ച് ദിവസമായി ഞാൻ മോർണിംഗ് സർക്കിളിലൊക്കെ കയറിയിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം കയറുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാല് ഫ്രണ്ട്ഷിപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ പോസ്റ്ററില്, ദ പവർ ഓഫ് ട്രൂ ബോണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാല്. അതിന് പ്രായമെന്നോ ചെറിയ കുട്ടീന്നോ വലിയവരെന്നോ പ്രായമായവർന്നോ ഒന്നുമില്ല അല്ലേ. എല്ലാവർക്കും ആ ഒരു ഫ്രണ്ട് സർക്കിൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരുപോലെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല്. ഇപ്പൊ പ്രായമായിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ, നടക്കാനോ പുറത്തു പോകാനോ ഒക്കെ പറ്റാത്ത ആൾക്കാരായാൽ പോലും തൊട്ടപ്പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നിരുന്ന് സംസാരിക്കുന്നവര് അല്ലേ. അവരുടെ ആ ഒരു പ്രായത്തിലുള്ള അല്ലെങ്കിൽ മുമ്പത്തെ കുറെ കൂട്ടുകാര്, അടുത്തുള്ളവര്, ചിലപ്പോ സ്ഥിരം ആ വഴി പോകുന്ന ആൾക്കാര്, അവരൊക്കെ ഇങ്ങനെ കൂടി ഇരുന്ന് വർത്താനം പറയുന്ന കണ്ടിട്ടില്ലേ. അതുപോലെ ചായക്കട, കുറച്ച് പ്രായമായിട്ടുള്ള കാര്യമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചായക്കടയോ അല്ലെങ്കിൽ ഇപ്പൊ അത്യാവശ്യം എല്ലാവരും വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ജോഗിങ്ങിനൊക്കെ പോകുന്ന സമയത്ത്, വാക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ. നമ്മ എവിടെ ചെന്നാലും നമുക്ക് ചെറുപ്പം മുതലേ നമ്മുടെ വീടിന്റെ അടുത്തുള്ളത് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളിപ്പം കളിച്ച് വളർന്നവര്, പിന്നെ നമ്മള് ഓരോ സ്കൂള്, കോളേജ്, അങ്ങനെ നമ്മ എവിടെ ചെന്നാലും ഒരു ജോലിക്ക് ചെന്നാലും എല്ലായിടത്തും ഓരോ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. ഇപ്പൊ നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അതിലില്ലേ നമുക്ക്. അപ്പൊ നമ്മൾ എല്ലായിടത്തും ഓരോ റോളിലായിരിക്കും, അല്ലെങ്കിൽ അവരൊക്കെ ഇടയില് ഓരോ ടൈപ്പിലായിരിക്കും അല്ലെ നമ്മള് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ടാവുക. എല്ലാവർക്കും ഒരേ ലെവലായിരിക്കും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. ഇതുപോലെ പരിചയപ്പെടുന്നവരൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോ അതുപോലെ നമ്മൾ പല സ്ഥലങ്ങളിലും പല രീതിയിൽ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുണ്ടാവും അല്ലെ. പിന്നെ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, ഒരാളെങ്കിലും ഇല്ലാത്തവരായിട്ട് ഉണ്ടാവൂല അല്ലെ. അപ്പോ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മനസ്സിൽ ചിന്തിക്കുക. നമ്മൾ എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യുന്ന, നമുക്ക് എന്ത് കാര്യം ഉണ്ടാവുമ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുന്ന അങ്ങനെയുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഓർക്കുക. അത് അവര് എന്തുകൊണ്ടാണ് നമുക്ക് സ്പെഷ്യൽ ആയത്, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അല്ലെ നമുക്ക് അവര് സ്പെഷ്യൽ ആവാൻ. അപ്പൊ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലാത്തൊരു ലൈഫിനെ കുറിച്ചിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇല്ലാത്തവരുണ്ടാവോ? നമുക്ക് നമ്മളുടെ ഗ്രോത്തിനായാലും അല്ലെങ്കിൽ നമുക്കൊരു എന്റർടൈൻമെന്റിനായാലും ഒരു സന്തോഷത്തിനായാലും ഹാപ്പിനെസ്സിനൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ അവർക്ക്. അപ്പോ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരു വാക്ക് മാത്രമല്ല, നമ്മുടെ ലൈഫിന്റെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള ഒരു ഇതും കൂടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനുണ്ട്. അങ്ങനെയാണോ?
നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളടുത്തൊക്കെ പറയാറുണ്ടില്ലേ, ഇപ്പൊ അത്യാവശ്യം കാര്യങ്ങൾ അറിയാൻ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. അപ്പൊ അവരൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് തന്നെയായിരിക്കും. നമ്മളെ കൂടെ ഉള്ളവർ എങ്ങനെയുള്ളവരാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയാണോ അവര് നമ്മളടുത്തുള്ളത്, അതുകൊണ്ടല്ലേ നമ്മ വിചാരിക്കുന്നവരൊക്കെ ഒരേ ടൈപ്പ് ആൾക്കാരായിരിക്കൂല. അപ്പോ ഈ കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്നൊരു കുറച്ച് ബാഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പിലോട്ട് പോകുന്നത് കാണാറുണ്ട്. അതുപോലെ തിരിച്ചുണ്ടാവാറുണ്ട്. നല്ലൊരു സർക്കിളിൽ ചെന്ന് പെട്ടിട്ട് അവരെ പോലെ ആവാനായിട്ട് ശ്രമിക്കുന്നവര്. അപ്പോ നമ്മ പറയാറില്ലേ, കുട്ടികളൊക്കെ കാണുമ്പോ അവരെ കൂടെ നടന്നിട്ടാണ് ഇങ്ങനെ ആയത്, ഫ്രണ്ട്സ് ആണ് അവരെ നശിപ്പിച്ചത് എന്നൊക്കെ പറയാറില്ലേ. എന്നതുപോലെ അത് കൃത്യമായിട്ട് എങ്ങനെ നമ്മൾ അവരെ എടുക്കണം എന്നൊന്നും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ പോവാൻ സാധ്യതയുള്ള ആ ഒരു ലെവലിലോട്ട്, ഇപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ പാരന്റ്സ് ഒക്കെ കൺട്രോൾ, മറ്റ് പല കാര്യങ്ങളിലും കൺട്രോൾ ചെയ്തൊക്കെ വളർത്തിക്കൊണ്ടുവന്ന കുട്ടികൾ, അവര് ഭയങ്കരമായിട്ട് ഫ്രീഡം ഉള്ള, എവിടെ വേണമെങ്കിലും പോവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനത്തെ ഒരു ഫ്രണ്ട്സിന്റെ കുറച്ച് പേരുടെ ഇടയിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലെ. നമ്മള് പല കാര്യങ്ങളും ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഡ്രസ്സിങ്ങിലൊക്കെ ഭയങ്കര ചേഞ്ച്, അതുപോലെ പുറത്തുള്ളവരായിട്ട് ഭയങ്കര കൂട്ട്, ഇതൊക്കെ ഫോണ് കൊണ്ട് നടക്കുക, ഇതൊക്കെ കാണുമ്പോ ഈ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നടന്നിരുന്ന ഒരു കുട്ടിക്ക് അതുപോലെ ആവാനൊരു ഇഷ്ടം തോന്നും. അപ്പോ നമ്മളാണെങ്കിൽ അറിയുന്നില്ല വീട്ടുകാര്. അപ്പൊ അങ്ങനെ പോയി അവരിൽ നിന്ന് കുറെ കാര്യങ്ങള് ഇവര് പഠിച്ചെടുത്ത് അതുപോലെ ആവാൻ ശ്രമിക്കുക അല്ലെ. വാല്യൂസ് ഒക്കെ പോവുക, അങ്ങനത്തെ കുറെ കാര്യങ്ങള് സംഭവിക്കാറുണ്ട്. അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വാക്ക് മാത്രല്ല, നമ്മിങ്ങനെ പുറമെ പറയുമ്പോൾ ആ ഒരു ഇത് മാത്രല്ല, അതിൻ്റെ ഉള്ളിൽ പലതും, അതായത് നമ്മളെ നന്നാക്കാനും ചീത്താവാനും, അത് നമ്മളും കൂടെ, നമ്മളത് അങ്ങനെ ആയിട്ടാണ്, അതെന്താണെന്ന് നമ്മൾ മനസ്സിലാവാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എങ്കിലും നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ എങ്ങനെ പോണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു പവറും കൂടി ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാല് ട്രസ്റ്റ് പ്ലസ് കെയർ പ്ലസ് അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ ചേർന്നതായിരിക്കണം എന്ത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാല്. ട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റൂല അല്ലെ. അതുപോലെ റെസ്പെക്ട് ഇല്ലാന്നുണ്ടെങ്കിലോ ആ ഒരു റിലേഷൻഷിപ്പ് വീക്ക് ആവുകയും ചെയ്യും. അതെന്താണ്, നമ്മൾ പല കാര്യങ്ങളുണ്ടാവും, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊള്ളണമെന്നില്ല, നമ്മുടെ ഫ്രണ്ട്സ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നതൊക്കെ ശരിയായിക്കൊള്ളണമെന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടോളണമെന്നൊന്നുമില്ല. അപ്പൊ ആ ഒരു ട്രസ്റ്റും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതുപോലെ റെസ്പെക്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അംഗീകാരം, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് കുറെ ടൈപ്പ് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒരേപോലെയല്ല, നമുക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും. നമുക്കറിയാം അല്ലെ, നമ്മളുടെ എല്ലാ ഫ്രണ്ട്സും നമ്മൾ എല്ലാവരെയും ഒരേ ലെവലിലാണോ കൊണ്ടടക്കുന്നതെന്ന് അല്ലേ. ചിലവരോട് സംസാരിച്ച് വിടുന്നവരുണ്ടാവാം, ചിലപ്പോ ചിലര് ഡെയിലി വിളിക്കുന്നവരുണ്ടാവാം, ചിലപ്പോ അധികം വിളിച്ചില്ലെങ്കിലും ഭയങ്കര ബോണ്ടിങ് ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പല ടൈപ്പ് ഉണ്ടാവും. അപ്പൊ അതിന് നമ്മളായാലും ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. ഓരോ സ്ഥലങ്ങളില് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും ഓരോരുത്തരെ, നമ്മളെ മുമ്പ് പഠിച്ചവര്, നമ്മളെ കൊളീഗ്സ്, നമ്മൾ ഇപ്പോ ഈ ഒരു ഗ്രൂപ്പിലെ ഒരു കോഴ്സുകൾ ഇപ്പൊ കൂടുതൽ അങ്ങനെയാണല്ലോ പരിചയങ്ങൾ പുറത്തുനിന്ന് വരുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് അല്ലെ അറിയാത്തവര് പരിചയപ്പെടുന്നതൊക്കെ അങ്ങനെയായിരിക്കും. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാല് ഒരുപാട് കോഴ്സുകൾ ഇതുപോലെ അങ്ങനെയൊക്കെ ആവുമ്പോ അതിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോ ഏതൊക്കെ തരത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളത് നോക്കാം. അന്ന് ട്രൂ ഫ്രണ്ട്സ് ആണ് എന്ത് യഥാർത്ഥത്തിലുള്ള നമുക്ക് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. ഇത് ഓരോരുത്തരുടെയും ലൈഫിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാല് റയർ ആയിരിക്കും അല്ലെ. വളരെ കുറച്ച് മാത്രമേ അങ്ങനത്തെ ഉണ്ടാവുള്ളൂ. നമ്മളെ ബാഡ് ടൈമില് നമ്മളെ കൂടെ ഉണ്ടാവും,
അതുപോലെ ഹോണസ്റ്റ് ആയിരിക്കും, ഗ്രോത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ടിങ് ആയിരിക്കും. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നവരായിരിക്കും ഈ ട്രൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല്. നമ്മൾ പറയുന്നതിലോ ഒരു കാര്യം ചെയ്യുന്നതിലോ ഒരു കാര്യം തീരുമാനം എടുക്കുന്നതിലോ ഒക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഫ്രണ്ട് അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നതല്ല. അവിടെ മിസ്റ്റേക്കുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? കീപ് ദം ക്ലോസ് ആയിട്ട് തന്നെ വെക്കണം. ചില ആൾക്കാരില്ലേ, നമ്മളിങ്ങനെ അങ്ങനെയല്ല ഇത് ഇങ്ങനെ ആയിരുന്നു വേണ്ടതെന്നൊക്കെ പറയുമ്പോ അപ്പൊ തന്നെ ഇഷ്ടമുണ്ടാവില്ല, ദേഷ്യമൊക്കെ വരും. അവര് ആഗ്രഹിക്കുന്നത് പോലെ പറയണം. ഇപ്പൊ നമ്മൾ ഒരാളെടുത്ത് നമ്മൾ മിസ്റ്റേക്ക് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് അംഗീകരിക്കാനോ ഒന്നും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ട്രൂ ഫ്രണ്ട്സിൽ ചിലപ്പോ ആഡ് ചെയ്യാൻ പറ്റൂല. എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതൊക്കെ കുറ്റം പറയുന്നതായിട്ട് തോന്നുന്നവരൊക്കെ ഉണ്ടാവുക. ആ ഒരു മിസ്റ്റേക്കുകൾ അവര് അവര് ചെയ്യുന്നതാണ് ശരി, അത് മനസ്സിലാക്കാണ്ട് നിൽക്കുന്നവര് അല്ലെ. അപ്പൊ ട്രൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ നമ്മളെല്ലാ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ലെവലിലായിരിക്കും. അപ്പൊ അത് ചിലപ്പോ നമ്മുടെ സർക്കിളില് വളരെ കുറവായിരിക്കും അങ്ങനത്തെ ആൾക്കാർ ഉണ്ടായിട്ടുണ്ടാവുക. ഇനി കാഷ്വൽ ഫ്രണ്ട്സ്, സാധാരണ നമുക്കുള്ള, ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ പ്രായത്തിൽ നമ്മളെ കൂടെയുള്ള ഫ്രണ്ട്സ്, നമ്മളൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഓരോ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഫ്രണ്ട്സ്, അതുപോലെ നാട്ടിൽ നമ്മളിപ്പോ ഡെയിലി നടന്നൊക്കെ പോകുന്ന സ്ഥലത്ത് ഒരുമിച്ച് നടന്നു പോകാനൊക്കെ വരാറുണ്ട് അല്ലെ. ചില ആൾക്കാർ ഓരോ സ്ഥലത്തേക്ക് ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ എന്നും സംസാരിച്ച് നമ്മൾ പോകാറുണ്ട്. ഇവരൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആണ് അല്ലെ. ഇതൊക്കെ ഈ ഒരു കാഷ്വൽ ഫ്രണ്ട്സിൽ എന്ന് പറഞ്ഞാല് അവരുടെ ടോക്ക് കുറെ സംസാരിക്കും, അതിൽ ഫണ്ണ് ഉണ്ടാവും, അതുപോലെ ടൈം പാസ് ഉണ്ടാവും. നമ്മൾ ചിലപ്പോ അങ്ങനത്തെ ചില ആൾക്കാരെ സംസാരം നല്ല രസമായിരിക്കും. അപ്പൊ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് അവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ തോന്നും. അപ്പൊ ആ ഒരു രീതിയിൽ അപ്പൊ അങ്ങനെയുള്ളവരിൽ ചിലപ്പോൾ ഡീപ്പ് കണക്ഷൻ ഒന്നും ഉണ്ടാവൂല. ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഭയങ്കര ഒരു കണക്ഷനോ അങ്ങനെയൊന്നും ഉണ്ടാവൂല. അതിപ്പോ ഈ ഒരു സ്കൂളോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കോഴ്സോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോണ്ടാക്ട് നമുക്ക് ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റൂല. ആ തരത്തിലുള്ളത് ഇവര് എന്താ നമ്മൾ ചെയ്യുന്ന അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ എപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ടാവും. ബട്ട് ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച്. ഇനിയും കൂടെ ഉണ്ടാവുമെന്നോ ഇതൊന്നും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റൂല. അടുത്തത് ബെസ്റ്റ് ഫ്രണ്ട്സ്. നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന, നമ്മൾ ചില സീക്രട്ടുകളൊക്കെ നമ്മളിങ്ങനെ പറയും. നമുക്ക് അതായത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെടുത്ത് പറയാണ്ട് ഒരു സമാധാനം കിട്ടൂല അല്ലെ. അപ്പൊ ഒരാളെടുത്തെങ്കിലും ചിലപ്പോൾ നമ്മൾ അത് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അത് ഈ പറഞ്ഞിട്ടുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എല്ലാവരുടെ അടുത്തും നമ്മൾ അതൊന്നും പോയി പറയില്ല. നമ്മളെ പേഴ്സണൽ കാര്യങ്ങളൊന്നും. അതുപോലെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എല്ലാ ഫ്രണ്ട്സിനോടും അത് പറയുമോ? അപ്പൊ അത് നമുക്ക് കിട്ടുന്ന ഒരാളുണ്ടാവും, അത്യാവശ്യം നമ്മൾ എന്താണെന്ന് അറിയാവുന്ന ഒരാള്. ആ ആളെടുത്ത് നമ്മളത് ഷെയർ ചെയ്യുന്നു. ചിലപ്പോ ഫാമിലിയിലൊന്നും നമ്മൾ പറയാത്ത കുറെ കാര്യങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്ത് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഇമോഷണലി സപ്പോർട്ടിങ് ആയിരിക്കും അവര്. അതുപോലെ നമ്മളെ ഹാപ്പി മൊമെന്റിലും സാഡ് മൊമെന്റിലും ഒക്കെ കൂടെ ഉണ്ടാവും. നമ്മള് എന്തുണ്ടായാലും, സന്തോഷം ഉണ്ടായാലും സങ്കടം ഉണ്ടായാലും ആദ്യം തന്നെ ഒരു കോള് ചെയ്യുന്നത് ചിലപ്പോ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ആയിരിക്കും. ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ ആൻഡ് പ്രൊട്ടക്ട് ദിസ് ബോണ്ട്. ഈ ഒരു തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ വാല്യൂ ചെയ്യണം. അതുപോലെ ആ ഒരു ബോണ്ട് എപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റും ചെയ്യണം. അടുത്ത ഒരു ടൈപ്പ് ടോക്സിക് ഫ്രണ്ട്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാലേ, ഡേഞ്ചറസ് ആയിരിക്കും അവര്. നമ്മുടെ നല്ല കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പറയാൻ പറ്റിക്കോളുന്നില്ല. ഇത് മനസ്സിലാക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ നേരെ അത് അപ്പൊ തന്നെ ഏതെങ്കിലും വഴി കൂടെ നമുക്ക് ആ ഒരു സംഭവം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ. എന്തെങ്കിലും അവര് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് അത് പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ജെലസി ആയിരിക്കും അവര്. അത് തന്നെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, മാനിപ്പുലേറ്റ് ചെയ്യും, നമ്മളെ കമ്പാരിസൺ ഒക്കെ ആയിരിക്കും അവർക്ക്. നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇവരെ നമ്മൾ എന്ത് ചെയ്യണം?
ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇതൊന്നും അറിയുന്നുണ്ടാവൂല. പിന്നെ ഓരോരോ കാര്യങ്ങളിൽ നിന്ന് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, നമുക്ക് ഇഷ്ടമുള്ള ഒരാളായിരിക്കും, ചിലപ്പോൾ നമ്മളെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടാവാം. പക്ഷെ വീണ്ടും നമ്മൾ അവരെ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ട് എന്ന് പറയാൻ പറ്റൂല അല്ലെ. അതെങ്ങനെയെങ്കിലൊക്കെ ഒരു ഡ്രോപ്പ് ചെയ്യും. നമ്മളെപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഭയങ്കര അസൂയ തന്നെ വന്നു കഴിഞ്ഞാല് നമുക്കറിയാം അവരെ സംസാര രീതി മൊത്തം നമ്മൾ ആ കാര്യം ചെയ്യാതിരിക്കാനുള്ള എല്ലാ വഴികളും നമുക്ക് പറഞ്ഞുതരും അല്ലേ. അങ്ങനെ അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അവരെടുത്ത് പറയേണ്ട കാര്യങ്ങളും പറയേണ്ടാത്ത കാര്യങ്ങളും അല്ലെ എന്ന് വെച്ചിട്ട് പിണങ്ങി നിൽക്കണം എന്നല്ല. ഒരു ഹൈ ബൈ ബന്ധമൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മളത് കീപ്പ് ചെയ്യണം, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അറിയണം. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാല് ഫേക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ. നമുക്ക് എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ മുമ്പിലൊക്കെ ഭയങ്കര സ്വീറ്റ് ആയിരിക്കും അവര് നമ്മളത് സംസാരിക്കുന്ന സമയത്ത്. തിരിഞ്ഞു നിന്നിട്ടോ ഭയങ്കര ഗോസിപ്പൊക്കെ പറയുന്ന അല്ലെ. നമ്മ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ പല സമയത്തും അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യും, നമ്മളെ മുൻനിർത്തിയിട്ട് അവരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിയെടുക്കും. അവരുടെ ഒരു എന്തെങ്കിലും നീഡുള്ള സമയത്ത് മാത്രം നമ്മളെ കോൾ ചെയ്യും. നമ്മളതിന് മുമ്പ് കുറെ മെസ്സേജ് എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും ചോദിക്കാനോ ഒക്കെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യൂല. പക്ഷെ അവർക്കൊരു ആവശ്യം വന്നാൽ ഫുൾ ടൈം നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കെയർഫുൾ ആയിരിക്കുക. ഡോണ്ട് ട്രസ്റ്റ് ബ്ലൈൻഡ്ലി. നമ്മൾ കണ്ണടച്ച് അവരെ വിശ്വസിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഫ്രണ്ട്ഷിപ്പ് സിറ്റുവേഷണൽ ഫ്രണ്ട്സ്. ഒരു സിറ്റുവേഷനിൽ മാത്രം ഉണ്ടാവുന്നത്. അതായത് ഇപ്പോ നമ്മളൊരു ട്യൂഷന് പോയി, അവിടെ ഒരു ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ. അവരൊന്നും ചിലപ്പോൾ നമ്മളെ കൂടെ ഒന്നും എപ്പോഴും ഉണ്ടായിക്കൊള്ളില്ല. അവിടെ ചെല്ലുമ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ സെയിം ജോബ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ സെയിം നേരത്തെ പറഞ്ഞ പോലെ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്നവര്, സ്ഥിരം ഒരേ ബസ്സിന് പോകുന്നവർ, ചിലപ്പോൾ 5-10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അവരായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി വെക്കൂലേ സംസാരിച്ചിട്ട്. അപ്പൊ അതൊന്നും ചിലപ്പോൾ അത് കഴിഞ്ഞ ആ ഒരു ടൈമിൽ മാത്രമേ നമ്മൾ അവരോട് സംസാരിക്കുന്നുണ്ടാവുള്ളൂ. ഒരു മെസ്സേജോ കോളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ കാണുമ്പോൾ ഭയങ്കര കൂട്ടായിരിക്കും. ഇവരൊക്കെ എന്ത് ചെയ്യും, ആ ഒരു കോഴ്സോ അല്ലെങ്കിൽ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോണ്ടാക്ട് ഓൾമോസ്റ്റ് ഇല്ലായിരിക്കും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നമുക്ക് ഉണ്ടാവൂലേ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ. ഇവരൊക്കെ ടെമ്പററി ആണ്, ബട്ട് ഓക്കെ, കുഴപ്പമൊന്നുമില്ല അവരെ കൊണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞ പോലെ ഡെയിലി കണ്ട് സംസാരിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാനൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഒരു ഒരു ഫ്രണ്ട് എന്നുള്ളൊരു ഇത് നമ്മൾ കൊടുക്കുന്നു. അടുത്തത് ഒരു ടൈപ്പ് ഓൺലൈൻ ഫ്രണ്ട്സ്. അത് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നതാണ്. അത് ചില ആൾക്കാർക്ക് അവരുമായിട്ടും ഡീപ്പ് കണക്ഷൻ ഉണ്ടാവാം. ചില ആൾക്കാര് അത് ഫേക്ക് ആയിരിക്കും അല്ലെ. നമ്മളെ അടുത്ത് വരുന്നവര് ഫേക്ക് ആയിട്ടുള്ളവരുണ്ടാവും. ഇവരെ നമ്മൾ എന്ത് ചെയ്യണം, ട്രസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് നോക്കിയും കണ്ടൊക്കെ ചെയ്യണം. നമ്മളെടുത്ത് നമ്മളെ കൂട്ടായിട്ടുണ്ടെങ്കിലും അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം ശ്രദ്ധിച്ച് വേണം അവരായിട്ട് നമ്മള് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കെയർഫുള്ളും ആയിരിക്കണം. നമുക്ക് പറയാൻ പറ്റൂല അല്ലെ, നമ്മളെടുത്ത് സംസാരിക്കുന്ന ഒരു ലെവലൊന്നും ആയിരിക്കൂല. ചിലപ്പോ നമ്മളെ പല ഇതിലോട്ടും നമ്മൾ കാണാറുണ്ടല്ലേ, ഒരുപാട് വാർത്തകൾ കാണാറുണ്ട്. ഇപ്പൊ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മളെ മെസ്സേജുകൾ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തത് വേറെ രീതിയിലോട്ടൊക്കെ കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനെല്ലാവരും അലേർട്ട് ആയിട്ടിരിക്കേണ്ടത് നമ്മൾ സ്വയമാണ്. നമ്മളത് നിന്ന് കൊടുത്തിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നും എങ്ങനെയാണ് വേണ്ടതെന്ന്, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും ആദ്യം തന്നെ ഓരോരുത്തരും പഠിക്കണം എന്നുള്ളതാണ്. അപ്പോ കുറെ ടൈപ്പ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ. എല്ലാവർക്കും ഇതേപോലത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവൂലേ. ഓരോ ടൈപ്പിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട്. അപ്പോ എല്ലാ ഫ്രണ്ട്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, ബട്ട് എല്ലാവർക്കും ഒരേ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറില്ല അല്ലെ. നമുക്കറിയാം എങ്ങനെ ആരോട് എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, ഇതൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും.
അപ്പോൾ നമ്മൾ ബൗണ്ടറി കീപ്പ് ചെയ്യണം എന്നുള്ളത്. ഇനി ട്രൂ ഫ്രണ്ട്സിന്റെ കുറച്ച് ക്വാളിറ്റീസ് നമുക്ക് നോക്കാം. അവര് ഫുൾ സപ്പോർട്ടിങ് ആയിരിക്കും. ബാഡ് ടൈമിൽ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും, വിട്ടുപോകൂല. നമ്മളൊന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തോ ഒന്നും ആ ഒരു ടൈമിൽ മാത്രം സന്തോഷിക്കുന്ന സമയത്ത് മാത്രം വരുന്നവരല്ല. ആ ഒരു ബാഡ് ടൈമിൽ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതുപോലെ ഹോണസ്റ്റ് ആയിരിക്കും, അല്ലെ? നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്യുമ്പോഴോ നമ്മളെ തീരുമാനങ്ങൾ ഇങ്ങനെ അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു, അത് നീ പറഞ്ഞത് ശരിയല്ല, ഇതൊക്കെ പറയുന്നവരൊക്കെ ആയിരിക്കാം. അതുപോലെ തന്നെ റെസ്പെക്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നവര്. അതുപോലെ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആയിരിക്കും. നമ്മളെ നല്ല കാര്യങ്ങളിലായിട്ട് ഓരോ ഇങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് ചെയ്താൽ നല്ലതാണ്. ഇപ്പൊ നമ്മളൊരു നമ്മളെ കരിയറിൽ തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ബെറ്റർ ഓപ്ഷൻ ഒക്കെ നമുക്ക് കാണിച്ചു തരും, അല്ലെ? അതുപോലെ തന്നെ ലോയൽ ആയിരിക്കും. ഇനി ഫ്രണ്ട്ഷിപ്പ് നശിപ്പിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. അത് എന്താണ്? ഈഗോ. ഫ്രണ്ട്സിന്റെ ഇടയിൽ ഈഗോസ് കണ്ടിട്ടില്ലേ? പ്രത്യേകിച്ച് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവര്, സാധാ ഫ്രണ്ട്സിന്റെ ഇടയിലും ഉണ്ടാവും. അത്യാവശ്യം നമ്മളൊന്ന് കേറി പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈഗോ വരും. അതുപോലെ തന്നെ ഭയങ്കര ജെലസി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പറയാ. അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോ മറ്റുള്ളവരെ അടുത്ത് നമ്മളെ പറ്റി ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുക, അല്ലെ? മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓവർ എക്സ്പെക്ടേഷൻ, കമ്പാരിസൺ, ഇതൊക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിനെ തകർക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് അത്യാവശ്യം നമുക്കിപ്പോ അറിയാൻ പറ്റൂലേ ഓരോ നമ്മൾ ആരായിട്ട് എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നൊക്കെ ഒരു ഇത് നമുക്ക് വന്നിട്ടില്ലേ? നമുക്ക് ഒരാളെടുത്ത് സംസാരിക്കുമ്പോ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ആളെ ഏത് രീതിയിൽ പെടുത്തണം എന്നുള്ളതൊക്കെ നമുക്കൊരു ഇതുണ്ടാവും. അപ്പൊ നമുക്ക് കുട്ടികളെ എടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല, അവർക്കത് മനസ്സിലാവുകയുമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണല്ലേ. എന്നാൽ നമ്മൾ വാല്യൂസ് പഠിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാറില്ലേ? കാരണം ഇവര് നമ്മളെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് വളരെ കുറച്ച് ടൈം ഇവർ ഉണ്ടാവുള്ളൂ, അല്ലെ? ഇപ്പൊ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് മൊത്തം പുറത്തോട്ടായിരിക്കും, ഒരു ദിവസത്തിന്റെ പകുതിയും പുറത്തായിരിക്കും ഉണ്ടാവുക, അല്ലെ? അപ്പൊ സാധാരണ പാരന്റ്സ് പറയുന്നുണ്ടാവുക അവന്റെ കൂടെ കൂടിയിട്ടാണ് ഇവർ ഇങ്ങനെ ആയത്, അല്ലെ? നമ്മളെ കുട്ടികളാണ് നമുക്ക് വിശ്വാസം. അവര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നൊന്നും പാരന്റ്സ് മനസ്സിലാക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്. അത് അവര് നിൽക്കുന്ന ഇതനുസരിച്ചിട്ടാണ് അവരത് വളർത്തിക്കൊണ്ടുവരിക. അപ്പോ നമ്മ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുട്ടികളുടെ അടുത്ത് ഇതിന്റെ വാല്യൂസ് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇവർക്ക് ഡയറക്റ്റ് പറഞ്ഞു കൊടുത്താൽ ഇഷ്ടപ്പെടില്ല, അല്ലെ? നിന്റെ കൂടെ നടക്കുന്ന കുട്ടി ശരിയല്ല, നീ അവരെ കൂടെ കൂട്ടുകൂടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കുവോ? കുറെ ചോദ്യങ്ങൾ ചെയ്യും, അല്ലെ? നമുക്കിത് ഡയറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ അതിനെ മനസ്സിലാക്കി എടുക്കുന്ന രീതികളൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോ നമ്മള് അതിന്റെ വാല്യൂസ് പറഞ്ഞു കൊടുക്കാം. അപ്പോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങള്, ഇപ്പോ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയില് ഇവര് സാഡ് ആയിട്ടിരിക്കുന്ന ടൈമിൽ, ഇപ്പൊ നമ്മളായാലും അല്ലെങ്കിൽ വേറൊരാളായാലും സാഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അത് നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? അപ്പൊ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്ക് അവനും വിഷമം ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റി, അല്ലെ? അതൊക്കെ ചോദിക്കും. ചില ആൾക്കാർ അത് മനസ്സിലായാലും മൈൻഡ് ചെയ്യൂല. ഇനി അതൊക്കെ ചോദിച്ച കുറെ നേരം അതിന് മുന്നേ എപ്പോഴും അങ്ങനെ തന്നെയാണ്, അല്ലെ? അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവാം. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എപ്പോഴും ഒരു സാഡ്നെസ് ഉണ്ടാവും, അല്ലെ? അപ്പൊ ഒരു നല്ല ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവരെ കൂടെ ഉണ്ടാവും. ആ ഒരു ടൈമിൽ അവരെ കൂടെ ഉള്ള ടൈമില് എന്ത് ചെയ്യാൻ നോക്കും, അവരൊന്ന് സന്തോഷിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മുടെ സക്സസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് സന്തോഷം ഉണ്ടാവാറുണ്ടോ? ഇപ്പൊ നമ്മള് എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്ക് വാങ്ങിക്കുന്ന ഒരു കുട്ടിയും ഒരെണ്ണത്തിന് മാർക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തമ്മില് ഉണ്ടാവില്ലേ, മറ്റേ കുറഞ്ഞ കുട്ടിക്ക് അവന്റെ ഇങ്ങനെ മാർക്കൊക്കെ ചെക്ക് ചെയ്യും, നോക്കട്ടെ അത് എത്ര ഉണ്ടെന്നൊക്കെ എണ്ണയൊക്കെ നോക്കൂലേ? അപ്പോ അത് ഒന്നിലും എന്നെക്കാളും താഴണം, അല്ലെങ്കിൽ എന്റെ ലെവൽ എത്തണം, ആ ഒരു മൈൻഡുള്ളവരാണോ നമ്മുടെ സക്സസിൽ നമ്മളെ ഇമ്പ്രൂവ്മെന്റിൽ സന്തോഷിക്കുന്നവരാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുമോ ആ കുട്ടിയുടെ അടുത്ത്?
അവരടുത്തൊരു മിസ്റ്റേക്ക് വന്നാല് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഓരോരുത്തർ സംസാരമാണ് അല്ലെ. ഇപ്പൊ കുട്ടികളുടെ ഒക്കെ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം സംസാരം, തോന്നിയതൊക്കെ പറയും. അപ്പൊ നമ്മ പറയാണ്, അയ്യോ അങ്ങനെ പറയാൻ പാടില്ല, ടീച്ചറിന്റെ അടുത്ത് അങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ അവന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ശരിയാവാത്ത ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടൂല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൽ ട്രൂ ഫ്രണ്ട്സിനെ നമുക്ക് നോക്കിയെടുക്കാനൊക്കെ കുട്ടികളുടെ അടുത്ത് പറയാം. അപ്പോ നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? നമ്മൾ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കണം അല്ലെ. നമുക്ക് കിട്ടുന്നവർ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അവര് നമ്മളെ റെസ്പെക്ട് ചെയ്യണം. ഈ റെസ്പെക്ട് നമ്മൾ കൊടുക്കാതിരുന്നാൽ നമുക്ക് കിട്ടുമോ? അത് നമ്മൾ കിട്ടൂല എന്ന് മാത്രല്ല, അങ്ങനെ നമ്മൾ വാശി പിടിച്ചിരുന്നിട്ടും കാര്യമില്ല. അപ്പൊ ഈ ഒരു എല്ലാ ക്വാളിറ്റീസും ആദ്യം നമ്മളിൽ ഉണ്ടാവണം. അപ്പോൾ ഇല്ലാത്ത ഏതെങ്കിലും ക്വാളിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വേറൊരാളെ ഫ്രണ്ട് ആക്കണോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ്, അതിലുള്ള ഓരോ വേർഡിന്റെയും ഗുണങ്ങള് അല്ലെങ്കിൽ അതിനൊരു മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, എഫ് ഫോർ ഫെയ്ത്ത്ഫുൾ, ഫെയ്ത്ത്ഫുൾ, ലോയൽ ആയിരിക്കണം, ട്രസ്റ്റ് ഉണ്ടാവണം, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, നമുക്കായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവുക എന്നുള്ളത്. ആർ, റെസ്പെക്ട്ഫുൾ, നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ഫീലിങ്സ്, ഒപ്പീനിയൻസ് ഇതൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന, ജഡ്ജ്മെന്റ് ഇല്ലാതെ. അതുപോലെ ഐ എന്ന് പറയുന്നത് ഇൻസ്പയറിങ്, നമ്മളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന. ഇ, എൻകറേജിങ്, നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന. ഡൗൺ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന അത്. എൻ, നർച്ചറിങ്, നമ്മളെ കെയർ ചെയ്യുന്ന, ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന അത്. ഡി, ഡിപ്പെൻഡബിൾ, ഡിപ്പെൻഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ടാവും. തിരിച്ചുവിട്ടാ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല, ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം, എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരിലേക്ക് അത് നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എസ് ഫോർ സപ്പോർട്ടീവ്, സക്സസിലും ഫിയറിലൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവുന്ന. ജലസി അല്ലാത്ത. അപ്പോ ഇതാണ് കോമൺ ആയിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതില് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങള്. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവൂലേ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പറയാൻ 100 നാവാണെന്ന് പറയും അല്ലെ. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഓരോ നമ്മളെ പ്രത്യേകിച്ച് ഓരോ ഗ്രൂപ്പ്, എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ഗ്രൂപ്പ് എടുത്ത് നോക്കിക്കോ. നമ്മള് വന്ന ഒരു ലെവലാണോ ഓരോരുത്തർക്ക്? ഒരു സ്റ്റെപ്പെങ്കിലും നമ്മൾ ഈ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മുന്നോട്ട് വന്നിട്ടുണ്ടാവൂലേ? ഒരു കാര്യത്തിലെങ്കിലും, നമ്മുടെ കരിയറിലായാലും പേഴ്സണൽ ഗ്രോത്തിലായാലും ഇല്ലേ? അങ്ങനെ നമ്മൾ എത്തിപ്പെടുന്ന ഓരോ സർക്കിളിലും നമ്മള് ഇതുപോലെ നല്ലതൊക്കെ എടുക്കുന്നുണ്ടാവും. അതെ. അപ്പോ നമ്മൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചില ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള, ഒരു സമയത്ത് നമ്മളെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നമുക്ക് എന്നും കോളിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോ സംസാരിക്കുമ്പോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് എന്തായിരിക്കും, നമ്മൾ ഇന്നലെ കണ്ട് അല്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച് നിർത്തിയ പോലെ ആയിരിക്കും. അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ? അതൊക്കെ എന്താണ്? ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ. അത് അവരൊക്കെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിലാണ് ഈ ഒരു കറക്റ്റ് ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നത് അല്ലെ. നമ്മളിപ്പോ പറഞ്ഞ ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ, ഇതിനൊക്കെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോ താങ്ക് യു ഓൾ. നിങ്ങൾക്ക് ഇതുപോലെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ പലതും ഷെയർ ചെയ്യാനുണ്ടാവും അല്ലെ.
നമുക്ക് ഉണ്ടായിരുന്ന കുറെ ഇമ്പ്രൂവ്മെന്റ്, ചേഞ്ചസ്, ചിലവർക്ക് കുറെ പറ്റിച്ച കഥകളൊക്കെ ഉണ്ടാവില്ലേ, ഓർക്കുമ്പോ നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ വിചാരിക്കാതെ പിന്നിൽ നിന്ന് കുത്തുന്ന ആൾക്കാര്, നമ്മളെ പൈസ നമ്മളെ യൂസ് ചെയ്യുന്ന, അതായത് ക്യാഷ് പറ്റിച്ച് പോയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് പല രീതിയിലുള്ളവരുണ്ടാവും. ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഓരോ ഇങ്ങനെ വന്നു പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ നിങ്ങക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവരുടെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ചെറുപ്പത്തിൽ തൊട്ടേ അല്ലേ, നമ്മള് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. അതിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ആ ചെറുപ്പത്തിലെ ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ ഒത്തിരി ക്ലോസ് ആയിട്ട് അല്ലെ നന്നായിട്ട് നമ്മൾ അവർ ആ ഒരു സമയത്തേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇന്നലെ വി ഹാഡ് എ ഗെറ്റ് ടുഗെദർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. ഞങ്ങള് 4-5 പേരെ കൂടാൻ പറ്റിയുള്ളൂ. ബട്ട് സ്റ്റിൽ ഇറ്റ് ടുക്ക് us ബാക്ക് ടു അവർ സ്കൂൾ ഡേയ്സ്. എൻ്റെ കൂടെ ഇരുന്ന് പഴയ കഥകളൊക്കെ പറഞ്ഞ് വലിയ സന്തോഷമായിരുന്നു. അപ്പൊ അങ്ങനെ അത് എപ്പോഴും ഒന്നും ഞങ്ങൾ കാണാറൊന്നുമില്ല, വല്ലപ്പോഴേ കാണാറുള്ളൂ. പക്ഷെ വി കീപ്പ് ഇൻ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലോ, ഏത് ലെവലിലുള്ള ഇതിലും ക്ലാസ്സിൽ പഠിച്ചതും അല്ലാത്തതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഗ്രൂപ്പുകളിൽ കണക്ഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ കീപ്പിംഗ് ദാറ്റ് nurturing that relationship is very important. അപ്പൊ എപ്പോഴും ജസ്റ്റ് ലൈക്ക് യു മെൻഷൻ ഏർലിയർ, എപ്പോഴും കാണണമെന്നൊന്നുമില്ല, എപ്പോഴും കണ്ടില്ലെങ്കിൽ പോലും സ്റ്റിൽ യു ഹാവ് ദാറ്റ് സ്പെഷ്യൽ ബോണ്ട് വിത്ത് ദം ഇൻ യുവർ ഹാർട്ട്. ആൻഡ് ദെൻ സാഹചര്യം കിട്ടുമ്പോഴൊക്കെ ആ കണക്ഷൻ കീപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ പറയാറുണ്ട് ഇങ്ങനെ show me with whom you associate with and I will tell you who you are. അങ്ങനെ ഒരു ജർമ്മൻ ഓത്തറിന്റെ ഒരു ഇതുണ്ട്, പറയുന്നത് കോട്ടുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ ആരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു, ആരുടെ കൂടെയാണ് കൂടുതലായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് അവര് നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. അപ്പം നമ്മുടെ സ്വഭാവവും എല്ലാം ആ ഒരു രീതിയിലേക്കാകാൻ ഉള്ള ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു കീപ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് ഹെൽപ്സ് us ടു ഗ്രോ. നമ്മുടെ നന്മയെ ആഗ്രഹിക്കുകയും അത് നമ്മൾ വളരാൻ ആഗ്രഹിക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുന്നവര്, അങ്ങനെയുള്ളവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതല്ല. പക്ഷെ അത് വൺ സൈഡഡ് ആകില്ല. ചില സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, ഇറ്റ്സ് വൺ സൈഡഡ്. നമ്മള് എല്ലാം അങ്ങനെയൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ തിരിച്ചിങ്ങോട്ടൊന്നും കാണത്തില്ല. ദേ ഓൾവേസ് ലുക്ക് ഫോർ us. നമ്മള് ഒരാവശ്യം വരുമ്പോൾ കൂടി നമ്മുടെ അടുത്ത് നമ്മളെ കണക്ട് ചെയ്യും. പക്ഷെ പിന്നീട് പോയ വഴി അങ്ങ് പോകും. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. സോ വി ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് ദാറ്റ് ആസ് വെൽ. ഡോണ്ട് ലെറ്റ് പീപ്പിൾ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് യു. ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ അഡ്വാൻറ്റേജ് എടുക്കുന്ന ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് അതിലും കീപ്പ്. സോ ദാറ്റ് യു ഓൾസോ മെൻഷൻ കീപ്പ് എ ഡിസ്റ്റൻസ്, അതായത് നമ്മള് ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അത് ശരിക്കും ഒരു ട്രൂ ഫ്രണ്ട് അല്ല എന്നുള്ളത് മനസ്സിലാക്കിയ ആ ഒരു രീതിയിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോ ഫ്രണ്ട്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു us ഡെഫിനറ്റ്ലി, ബട്ട് നർച്ചർ ദം ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ. പക്ഷെ എല്ലാത്തിലും പോയി ചാടി പ്രശ്നത്തിലേക്ക് എല്ലാവരെയും ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ലെസൺ തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു നിഷ മാം. ഇനി ആർക്കെങ്കിലും? ഗുഡ് മോർണിംഗ് സജില മാം. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു ടോപ്പിക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് മാം എടുത്തത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ മാം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഓൾഡൻ ഡേയ്സ്, ബിക്കോസ് എൻ്റെ ചൈൽഡ്ഹുഡ് ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്തു. പിന്നെ ടോട്ടലി എന്താ പറയാ, റൂട്ട്സ് തന്നെ എടുത്ത് ടോട്ടലി ഡിഫറെന്റ് പ്ലേസിൽ ഞാനിപ്പോ നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഒരുപാട് എന്താ പറയാ, ഒരുപാട് ഡിസ്റ്റൻസ് ആയി പോയി അവരും ഞാനും. പിന്നെ അന്നൊന്നും ഇപ്പോഴല്ലേ ഈ
മൊബൈലും ഈ കമ്മ്യൂണിക്കേഷൻ ഇത്തിരി ഡെവലപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കോളേജ് ഡേയ്സ് കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് വന്ന ശേഷം കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ടോട്ടലി ഫ്രണ്ട്ഷിപ്പ് നിന്ന് കട്ട് ഓഫ് ആയി. ഇപ്പോഴാണ് ഒരു 3-4 ഇയേഴ്സ് ഈ മൊബൈലൊക്കെ വന്ന ശേഷമാണ് ഞങ്ങൾ പിന്നെ ക്ലാസ്മേറ്റ്സ് റീകണക്ട് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ ഇപ്പോൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഇതിന്റെ ഇടയിലൊക്കെ പോയി. പക്ഷെ എനിക്ക് ഏറ്റവും മെമ്മറിയിൽ വന്നത് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത്, പ്രൈമറി സ്കൂൾ, ദാറ്റ് ഈസ് KG to 5th, അവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാ ക്ലാസ്സിലും എസ്സേ എഴുതിപ്പിക്കുകയായിരിക്കും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ മാം പറയുമ്പോഴാണ് തോന്നിയത് നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഇമ്പോർട്ടൻസ്. ഫ്രണ്ട്ഷിപ്പ് ഈ എസ്സേ എഴുതിയ ശേഷം അവർ കറക്ഷൻ ചെയ്തിട്ട് അതില് ഇപ്പൊ മാം പറഞ്ഞില്ലേ, അത് ഓരോരോ ക്യാരക്ടറിസ്റ്റിക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് പറയും. രണ്ടാമത്തെ കാര്യം ഞാൻ എസ്സേ ആയിട്ട് കൂടുതൽ എഴുതിയത് ഗുഡ് ഹാബിറ്റ്സ് ബാഡ് ഹാബിറ്റ്സ്. അപ്പോ അന്നത്തെ കാലത്ത് ടീച്ചേഴ്സ് എത്രമാത്രം, ഇന്നിപ്പോ ടെക്നോളജി ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, പക്ഷെ നമ്മളെ ടീച്ചേഴ്സ് ആയിട്ടും പേരൻസ് ആയിട്ട്, അന്ന് പേരൻസ് അത്ര ഇന്ററാക്ട് ചെയ്യില്ലായിരുന്നു. അന്നത്തെ പേരൻസ് ഡിഫറെന്റ് ആണ്, ഡിസ്റ്റൻസ് കീപ് ചെയ്തിട്ട് ഒരു പേരൻസ് ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. അത് ഒരു പേരന്റും ഫ്രണ്ടായിട്ട് നിൽക്കുമ്പോഴാണ് കുട്ടികളായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇന്നിപ്പോ വൈഡൻ ആയിട്ടുണ്ട്. ഇപ്പൊ മാം പറയണ മാതിരി ഇപ്പൊ നമ്മൾ വിംബിൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത ശേഷം കുറെ ഫ്രണ്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഫ്രണ്ട്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആ ബോണ്ടിനെ കൊണ്ടുപോകുന്നത്. ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് ട്രൂ ഫ്രണ്ട്സും അല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വർക്ക് പേർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മെമ്മറീസ് ഓഫ് സ്കൂൾ ഡേയ്സ്, എൻ്റെ ടീച്ചേഴ്സ് കൊടുത്ത എസ്സേയും ഇതൊക്കെ വന്നു. അതേ രീതിയിൽ ലെറ്റർ എഴുതാൻ പറയും, പോസ്റ്റ് കാർഡൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ഫ്രണ്ട്സിന് ലെറ്റർ എഴുതാൻ പറയും. സോ ദീസ് തിങ്സ് എല്ലാം I really feel that we need to go back to those things, so that we can കുട്ടികളുടെ ഇടയിൽ നല്ലൊരു തോട്ട്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മാം ഈ ക്ലാസ് എടുക്കുന്ന ഇടയിൽ ഫീൽ ആയത്. സോ ആൻഡ് അതേ രീതിയിൽ ഏറ്റവും വേറൊരു ക്യാരക്ടർ, ഇത് ജെൻഡർ ബയാസ് ഇല്ല, ഇതില് ജെൻഡർ പറഞ്ഞതില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ്. നമ്മൾ അതിനെയും എൻകറേജ് ചെയ്യണം. എങ്ങനെയാണ് ഒരു ഏജ് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പേരൻസ് മക്കളുടെ കൂടെ ഫ്രണ്ട്സ് ആവുമ്പോഴാണ് അവര് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ പേരൻസ് ആയിട്ട് ഷെയർ ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക. പിന്നെ അവർ പുറത്തേക്ക് ഫ്രണ്ട്ഷിപ്പിന് പോവില്ല. എനിക്ക് 2 മക്കളുണ്ട്, 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. ഒരുത്തൻ മോനെ ഇഷ്ടം പോലെ അല്ല, ഭയങ്കര സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പായ ഒരു 5-6 ആൾക്കാരുണ്ട്. മോൾക്ക് അങ്ങനെ ഫ്രണ്ട്സേ ഇല്ല. അത് ചിലപ്പോ ഞാനിപ്പോ മാം പറയുമ്പോഴാണ് ഇതൊക്കെ അനലൈസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു 10-15 മിനിറ്റ്സിലാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നത്. സോ വി ആസ് പേരൻസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് ഗുഡ് ഫ്രണ്ട്സ് അമംഗ്സ് ചിൽഡ്രൻ. എപ്പോഴും ഒരുപാട് മോണിറ്റർ ചെയ്തു അല്ലെങ്കിൽ ഒരുപാട് കുറ്റം, അത് എൻ്റെ ഹസ്ബൻഡായിരുന്നു. ഹസ്ബൻഡ് എത്ര എൻ്റെ മോനെ ഫ്രണ്ട്സിൽ നിന്ന് പിരിക്കാൻ നോക്കി, ആ ഒരു ഗ്രൂപ്പ് ഭയങ്കര സ്ട്രോങ് ബോണ്ടായി പോയി. അതില് ഞാൻ പറയില്ല എല്ലാം അവര് നല്ലതേ പഠിച്ചിട്ടുള്ളില്ല, അവൻ ഗുഡും ബാഡും എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് അവൻ. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ഒരു ഏജ് ആയിട്ടുണ്ട്, അവനക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏജ് ആണ്. സോ അവൻക്കായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ മൈ എക്സ്പീരിയൻസസ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു ഓൾ. താങ്ക് യു സജില മാം, എ വെരി നൈസ് സെഷൻ. നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. താങ്ക് യു സോ മച്ച് ചന്ദ്ര മാം. നമ്മൾ കൺട്രോളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അത് ഞാൻ പ്രത്യേകം പറഞ്ഞേ. കുട്ടികളുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അവര് എന്തായാലും നമ്മൾ പറയാണ് അത് വേണ്ടാന്ന് പറഞ്ഞാൽ അവര് അത് തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ വാല്യൂസ് ജസ്റ്റ് ഒന്ന് അവരെ റിയലൈസ് ചെയ്ത് കൊടുക്കുക എങ്ങനെയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ മാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവരവിടെ എന്തുണ്ടാക്കും, കുറച്ചുകൂടെ അധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ ഉണ്ടാകും. കാരണം അവർക്ക് നല്ലത് അതിൽ നിന്ന് കിട്ടുന്നുണ്ടാവാം അല്ലെ, നമുക്കത് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും. ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ ജെൻഡർ വ്യത്യാസം ഇല്ല ഇതിന്. നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാലേ, നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ ചില സമയത്ത് കുറെ ഇമ്പ്രൂവ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള നമ്മൾ അറിയാത്തവരായിരിക്കാം അല്ലേ. ഇപ്പൊ ഈ കോഴ്സിൽ നിന്നൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് എന്തൊക്കെ കുറെ പ്ലാനിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളവരില്ലേ, മുന്നോട്ട് അത് ചെയ്യണം
അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യണം. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും നമ്മുടെ കരിയർ ഗ്രോത്തിനും നമ്മൾ കണ്ടിട്ടാണല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ അതെ ജെൻഡർ വ്യത്യാസം ഇതില് ഏറ്റവും ഈ ജെൻഡർ ബയാസ് ഇല്ലാത്ത കൊണ്ട് നമുക്ക് ബൗണ്ടറി ഡ്രോ ചെയ്യാൻ അറിയണം. ബൗണ്ടറീസ് മാം ഒരു കാര്യം ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞു. ആ ബൗണ്ടറി ഡ്രോ ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതാണ് റീസൺ ഫോർ ട്രബിൾ. കറക്റ്റ് ആണ്. നമ്മള് എത്ര ട്രൂ ഫ്രണ്ട് ആയാലും എന്ത് റിലേഷൻഷിപ്പ് ആയാലും അവിടെ ബൗണ്ടറി കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. പ്രത്യേകിച്ച് ഇപ്പോ ജെൻഡർ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവും. ആ ഒരു എന്താ പറയാ ഓപ്പോസിറ്റ് ആൾക്കാർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്ന സമയത്ത് നമ്മളൊരു ഫാമിലിയിൽ ജീവിക്കുന്നവരാണല്ലേ. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല അല്ലേ? ശരിയല്ലേ? ചിലപ്പോ നമ്മള് നല്ല രീതിക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് ചിലപ്പോ അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലേ? നമ്മൾ ആ ഒരു അറിയാത്തവര് തമ്മില് കൂടുതൽ അങ്ങനെ കണക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ അതും കൂടെ നോക്കണം. നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഒരു സൈഡിൽ ഇങ്ങനെ ഇതായി പോകുന്ന രീതിയിലോട്ട് വരാൻ പാടില്ല. അപ്പൊ അവിടെ ബൗണ്ടറീസ് വെക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ എന്തായിരിക്കണം, സേഫ് ആയിരിക്കണം. നമ്മുടെ ഇവിടുത്തെ റിലേഷൻഷിപ്പും നമ്മൾ ഓക്കെ ആയിട്ട് കൊണ്ടുനടക്കാൻ ഇതൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റണം അല്ലേ? ഇനി ആർക്കെങ്കിലും? ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി സെക്ഷനായിരുന്നു. എന്റെ അഭിപ്രായത്തില് നമ്മുടെയൊക്കെ ലൈഫില് ഉണ്ടായ ഏറ്റവും വലിയൊരു ശത്രു ബേസ്ഡാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്. കൂടുതലും അങ്ങനെയാണ് കണ്ടു വന്നിട്ടുള്ളത്. ഏറ്റവും നല്ല ഫ്രണ്ടായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും നല്ല ശത്രു. അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മളെ തന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവാം. കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു. ആലോചിച്ചു നമ്മളെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് നമ്മൾക്കാണ് നമ്മളെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. അത് നമ്മള് ഷെയർ വേണം. എനിക്ക് തോന്നിയിട്ടുള്ളത് സിറ്റുവേഷണൽ ഫ്രണ്ട്സ് അടിപൊളിയാണ്. ഏതൊരു സ്ഥലത്ത് ചെന്നാലും അവിടെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. അത് അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ നമ്മൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുള്ളൂ. നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ഒരിക്കലും അങ്ങനെ ഷെയർ ചെയ്യൂല. ഇത്ര ഡീപ്പായിട്ടൊന്നും നമ്മൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യും. നമ്മൾ എല്ലാവരുടെ അടുത്തും ഇപ്പൊ ഒരു ആക്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല ഹാപ്പി മൊമെന്റ്സ് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ മാക്സിമം ചെല്ലുന്നിടത്തെല്ലാം ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ്, അതായത് നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് അറിയുന്ന ഒരു ആള് നമ്മൾ തന്നെ ആവുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയും ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വിശ്വാസമില്ല. എന്ന് വെച്ചാൽ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് തീരെ വിശ്വാസമില്ല. എന്ന് വെച്ചാല് പിന്നീട് അത് പലതരത്തിലുള്ള റിലേഷൻ വരുന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ അടിപൊളി. ഞാൻ നെഗറ്റീവ് പറഞ്ഞതല്ല കേട്ടോ, ക്ലാസ്സിൽ ഫുള്ള് പോസിറ്റീവ് പറഞ്ഞിട്ട്. ആ ഒരു വശമുണ്ട്. എന്ന് വെച്ചാല് കുറെ ആളുകൾ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ കേട്ടിട്ടുണ്ട്, അങ്ങനെയാണ് ഇപ്പോൾ തന്റെ ഏറ്റവും വലിയ ശത്രു. അവൻ എന്റെ കുറെ രഹസ്യങ്ങൾ മനസ്സിലാക്കി അത് പലരുടെ അടുത്തും പോയി പറഞ്ഞു കൊടുത്ത്, അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. ഇങ്ങനെ ട്രൈ ടു ക്രിയേറ്റ് എ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ അവർ മൈൻഡ്. നല്ല അടിപൊളി ഫ്രണ്ട്ഷിപ്പ് നമ്മളിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും വളരെ നല്ല സെഷനായിരുന്നു. താങ്ക് യു. താങ്ക് യു സർ. ശരിയാണ്, അതാണ് പറഞ്ഞത്. പറയേണ്ട കാര്യങ്ങളും പറയേണ്ടാത്ത കാര്യങ്ങളും ഉണ്ടാവും അല്ലെ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിനെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എവിടെ എങ്ങനെ ആരോട് പറയണം, ആരോട് പറയണ്ട, പറയണോ വേണ്ടേ, ഇതൊക്കെ നമ്മളാദ്യം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇനി ആർക്കെങ്കിലും? ഇപ്പോ ജെൻഡർ ആ ഒരു വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മള് പറഞ്ഞു അല്ലേ?
അപ്പോൾ എൻ്റെ മനസ്സിലിപ്പോ പെട്ടെന്ന് വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് അല്ലെങ്കിൽ എൻ്റെ ഒരു കരിയർ ഗ്രോത്തിന് എന്താ പറയാ, നമ്മളിപ്പോഴും ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കോഴ്സ് പോലെയൊക്കെ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് അല്ലേ. അത് നമ്മൾ ഇതുപോലെ വന്നിട്ടുള്ള ആ ഒരു ബോണ്ടിങ്ങിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആണ് ഇപ്പോൾ നമ്മൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ്? റെസ്പെക്റ്റ് ആണ്. പരസ്പരം ഉള്ള ഒരു റെസ്പെക്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനുള്ളൊരു ഇത്. അതുപോലെ തന്നെ നമ്മുടെ കരിയർ ഗ്രോത്ത് അല്ലേ, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ്. അത് ആണെന്നോ പെണ്ണുങ്ങൾ മാത്രമാവാൻ പാടുള്ളൂ എന്നോ ആണുങ്ങൾ മാത്രം പാടുള്ളൂ എന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് ഏത് രീതിയിൽ അതിനെ കൊണ്ടോ. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാണ്, ഇപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, പക്ഷെ ആ ഒരു കഴിവുണ്ട്, ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളില്ലേ, അതും അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും ചെയ്യൂല, എനിക്കൊരിക്കലും പറ്റാത്ത കാര്യം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇതൊക്കെ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഫാമിലി സപ്പോർട്ടാണ്, എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടിങ് ആണ്. നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്, എന്തും ചെയ്യാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ഏരിയയിലുള്ള ടേസ്റ്റ് ആയിരിക്കൂല അവർക്ക് ഉണ്ടാവുക അല്ലേ. നമ്മൾ ഒരേ രീതിയിൽ ഇപ്പൊ എൻ്റെ കരിയറിൽ എനിക്ക് ഇതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിക്ക് അതായിക്കൊള്ളണം എന്നില്ല ഇഷ്ടം. അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യും, പക്ഷെ അവർക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ അറിയുന്നുണ്ടാവൂല അല്ലേ. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ നിന്ന് കണക്ഷൻ ആയിട്ടുള്ള ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഇപ്പോഴും ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളുടെ പേര് ഞാൻ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഹൈസം സാറ്. അവരുടെ വൈഫും അതുപോലെ റജില മാം എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഫാമിലി ബോണ്ടിങ് ആയിട്ടുണ്ട്. നമ്മൾ ഫാമിലി, എൻ്റെ വീട്ടിലായാലും അവരെ വീട്ടിലായാലും നല്ലൊരു, അത് ശരിക്കും നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എന്താ പറയാ, ഒരു ഫാമിലി പോലെ. ഇപ്പോ ഇവിടെ വെമ്പിളിലെ കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഹൈസാമിന്റെ വൈഫിന്റെ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. 2 തവണ വന്നിട്ട് താമസിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് ഫീൽ ചെയ്യുന്നില്ല അല്ലെ, കുറേ കാലങ്ങളായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരുപാട് നാളുകൾക്ക് മുമ്പ് നമുക്ക് അവരെ പരിചയമുള്ള പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രല്ല, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് മാത്രല്ല, നമ്മളുടെ ഗ്രോത്ത്, നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വേല് നമ്മളെ ഗ്രോത്തിൽ ഇങ്ങനെ കൂടെ നിൽക്കുന്ന അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിൽ തന്നെ, ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഒരുപാട് പേരുണ്ട്. നമ്മൾ ഒരുമിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യുന്നവര് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ഇപ്പൊ അൻസൽ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അതിനെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും അതിൽ നിന്നും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാറുണ്ട് ഇല്ലേ. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ആർക്കും പറയാനില്ലെങ്കിൽ നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാലേ. ഓക്കെ, യെസ് യെസ്. താങ്ക് യു. So good day everyone. താങ്ക് യു. wishing all a good day. Thank you. Thank you. താങ്ക് യു ഷജില മാം. താങ്ക് യു. താങ്ക് യു ഓൾ. Thank you.